നേതാക്കന്മാരോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം രാഹുൽ ഗാന്ധി തൊട്ട് ബാക്കി എല്ലാവരും അറസ്റ്റ് വരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 420 എത്തി നിൽക്കുന്ന ശേഷിക്കുന്ന 100 ആളുടെ ഒരു സമരമല്ല. ഇത് ഇന്ത്യയുടെ പാർലമെന്റിലെ പാതിയുടെ സമരമാണ്. ഇന്ത്യയുടെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാതി ആളുകളുടെ സമരമാണ്. അതിനെതിരെ ഇവരെന്ത് മറക്കടമുഷ്ടി ഉപയോഗിച്ചാലും അതിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളികൾ തന്നെയുള്ളതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത്. അവരിപ്പോൾ ഭയപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വെബ്സൈറ്റ് ഡൗൺ ആക്കേണ്ട കാര്യം എന്താ? ജനങ്ങൾക്ക് ബോധമുണ്ടല്ലോ, ജനങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ കാര്യം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ BJP കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് ഡൗൺ ആയി പോയതിന്റെ പ്രശ്നമാണിത്. സെർവറിന്റെ പ്രശ്നമല്ല, അവരെ സെർവ് ചെയ്യുന്ന ആളുകളുടെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതൃത്വത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് താളം തുള്ളേണ്ട ആളുകളല്ല ഇലക്ഷൻ കമ്മീഷൻ. ഇത് രാജ്യത്തെ അകത്തു നിന്ന് തകർക്കാൻ ശ്രമിക്കുകയാണ് BJP. ഇലക്ഷൻ കമ്മീഷൻ അതിന് കൂട്ടുനിൽക്കുന്നു. അവർ പ്രായം നോക്കാതെ പോരാടാൻ തയ്യാറാവുകയാണ്. അത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ്. അവർ അറസ്റ്റിനെയും മറ്റൊന്നിനെയും ഭയപ്പെടുന്നില്ല. എന്ത് നടപടി വേണമെങ്കിലും എടുത്തോട്ടെ. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാഹുൽ ഗാന്ധി തിരികൊളുത്തിയിട്ടുള്ള ഈ പ്രതിഷേധം ഇത് ഇന്ത്യ ഒന്നാകെ ആളിപ്പടരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യ ബ്ലോക്കിൽ ഞങ്ങൾ ഇനി ഇല്ല എന്ന് പ്രഖ്യാപിച്ചവർ പോലും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.